ഇത് ഏതോ ഒരു പിള്ളയുടെ കാര്യം പറഞ്ഞില്ലേ, നടരാജപിള്ള. ആ നടരാജപിള്ളയുടെ ഭൂമി ഈ സർക്കാരോ ഇതിനു മുമ്പിലുള്ള സർക്കാരുകളോ എടുത്തതല്ല, CP രാമസ്വാമിയുടെ കാലത്ത് എടുത്തു എന്ന് പറയുന്നതാണ്. അക്കാര്യം പരിശോധിക്കാൻ ഇപ്പോൾ ഈ സർക്കാരിന് കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഈ പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ ധനമന്ത്രിയും പിന്നീട് MP-യുമൊക്കെയായി പൊതുരംഗത്ത് 4 പതിറ്റാണ്ടിലധികം പ്രവർത്തിച്ച PS നടരാജപിള്ളയെ മുഖ്യമന്ത്രി അപമാനിച്ചുവെന്ന് KPC അധ്യക്ഷൻ VM സുധീരൻ ആരോപിച്ചു. നടരാജപിള്ളയുടെ കുടുംബാംഗങ്ങളെ VM സുധീരൻ സന്ദർശിച്ചു. PS നടരാജപിള്ളയെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മാതൃകാ ഭരണാധികാരിയായിട്ടുള്ള നടരാജപിള്ള സാറിനെ കുറിച്ച് ഇങ്ങനെ ഏതോ ഒരു പിള്ള, എന്തൊരു പ്രയോഗമാണത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നടരാജപിള്ള സാറിൻ്റെ കുടുംബം, ആ വേദനിക്കുന്ന കുടുംബം, അവരോട് മാപ്പ് പറയണം. ഇതിനോട് യോജിക്കാത്ത ഈ പ്രയോഗത്തിൽ വേദനിക്കുന്ന കേരളീയ സമൂഹത്തോട് മുഖ്യമന്ത്രി സഖാവ് പിണറായി മാപ്പ് പറയാൻ തയ്യാറാകണം. ഇനിയും വൈകിക്കരുത്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ ആദ്യ കരട് തയ്യാറാക്കിയ നടരാജപിള്ളയെ ലോ അക്കാദമി മാനേജ്മെന്റിന് വേണ്ടി മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞെന്നും സുധീരൻ ആരോപിച്ചു. ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ എന്തിനാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതുപോലെ അമിതമായ വ്യഗ്രത കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വേദനയുണ്ടെന്ന് നടരാജപിള്ളയുടെ മകൻ N വെങ്കടേശ്വരനും പരസ്യമാക്കി. മൺമറഞ്ഞു പോയവരെ 50 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.